വന്നു കേട്ടോ. ഞാൻ അർജൻറ്റീനയെ ട്രോളാൻ വേണ്ടി ഒന്നല്ല, കുറച്ച് കാര്യം പറയാൻ വന്ന. പിന്നെ നിങ്ങൾ കാണിക്കുന്ന പോലെ മനുഷ്യത്വമില്ലാത്ത പരിപാടി ഞങ്ങളാരും കാണിച്ചിട്ടില്ല. എല്ലാവരും പറയും ഈ അർജൻറ്റീന രാജ്യത്തിന് നേടിക്കൊടുത്ത പോലെ, അല്ല മെസ്സി അവർക്ക് കപ്പൊക്കെ നേടിക്കൊടുത്ത പോലെ ഞങ്ങൾ പോർച്ചുഗൽ ഫാന് CR ഒന്നും നേടി തന്നിട്ടില്ലെന്ന്. ശരിയാ, ഒന്നും നേടിയൊന്നും തന്നിട്ടില്ല. പക്ഷെ ആയിരക്കണക്കിലേറെ മനുഷ്യരുടെ ജീവൻ നിലനിർത്താൻ ഒരിക്കലും കഴിയാതെ ആയൊരു രാജ്യം പോർച്ചുഗലായിരുന്നു. 1000-ലേറെ മനുഷ്യജീവൻ ഒരു എന്താ പറയുക, ഒരു നിമിഷത്തിൽ തകർന്നടിയുന്ന ആ ഒരു നിമിഷം വന്നപ്പോഴും, ആ നിമിഷഘട്ടം കഴിഞ്ഞപ്പോഴും അത്രയും ജീവനെ നിലനിർത്തിക്കൊണ്ട് ആ പോർച്ചുഗൽ എന്ന രാജ്യം ഉയർത്തിയെടുത്ത് ഒറ്റയ്ക്കുണ്ടാക്കിയ സാമ്രാജ്യമാണ് ആ പോർച്ചുഗൽ. അപ്പോൾ ഓർക്കണം, ഈ ട്രോളുന്നവരൊക്കെ ഒന്ന് ഓർത്തണം, എത്ര അവർ ട്രോളിയാലും റൊണാൾഡോയുടെ വാശി ട്രോളുന്നവരാണ്. ട്രോളുന്നവരെ എങ്ങനെയും അടപ്പിക്കണം എന്നതാണ് പോർച്ചുഗൽക്കാരുടെ ഉദ്ദേശം. അതുകൊണ്ട് അവർ കളിച്ച് മുന്നേറുന്നുണ്ട്. ഒരു കളിയാകുമ്പോൾ ജയവും തോൽവിയൊക്കെ ഇരിക്കും എന്നാണ് അന്ന് ഈ ചിലരൊക്കെ പറഞ്ഞത്, അർജൻറ്റീനക്കാർ. അതുതന്നെ ഞാനും പറയുന്നത്. സെമിഫൈനൽ ഞാൻ കണ്ടായിരുന്നു, ഉറക്കളച്ചിരുന്ന് കണ്ടായിരുന്നു. അർജൻറ്റീനക്കാരുടെ കുറ്റമൊന്നും കണ്ടുപിടിക്കാനല്ല, നേരത്തെ കുറേ വാർത്ത ഉണ്ടായിരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു സംഭവം. റഫറി കൂട്ടുന്നതും റഫറിക്ക് പണം കൊടുത്തേക്കുക ഇത്തവണ അർജൻറ്റീന കപ്പ് എടുക്കുന്നതെന്ന്. അത് ശരിയാണോ നോക്കാൻ വേണ്ടിയാണ് ഞാൻ കണ്ടത്. ബട്ട് ഇത്തവണ റഫറി ഇല്ലായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ, കൂട്ട്. അറിയത്തില്ല എന്തുവാണെന്ന്. മെസ്സിയൊക്കെ പന്തിൻ്റെ അടുത്ത് പോലും വന്ന് ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ടും. നിങ്ങൾ വേണമെങ്കിൽ ആ കളി ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ശരിക്കൊന്ന് കണ്ടു നോക്കുക കേട്ടോ. മൊത്തം മിനിറ്റിലും നമ്മുടെ സ്പെയിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ നിങ്ങൾ വയ്ക്കും, സ്പെയിൻ അടിച്ച് തോൽപ്പിച്ചിട്ടും പറയാനൊന്നും നാണമില്ലേന്ന്. എന്ത് പറയാനാ, ഞങ്ങൾ തോറ്റെന്ന് ഞങ്ങൾ അന്നേരവേ എല്ലാവരുടെയും സമ്മതിപ്പിച്ചതാണ്. നിങ്ങൾ പറയും സ്പെയിൻ ഭയങ്കര ഉഗ്രം കളി കളിച്ചിട്ടാണ് നിങ്ങൾ തോറ്റേന്ന്. അല്ലാതെ പന്ത് കിട്ടാഞ്ഞിട്ടല്ല മക്കളവിടെ ഇരുന്നത്, അല്ലേ? അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ. എന്തായാലും മക്കളൊക്കെ പോയി ചാച്ചിക്കോ. എന്തായാലും ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ ഏത് ഫാനാന്ന് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പം ശരി, ലയണൽ മെസ്സിയോട് ഞാൻ പ്രത്യേകം ഒരു താങ്ക് യു പറയുന്നുണ്ട് കേട്ടോ, ഇത്രയും നാൾ നിങ്ങളുടെയൊക്കെ കൂടെ നിന്നതിന്. അപ്പോൾ ഓക്കെ, കമൻറ്റ് ഇടാൻ മറക്കണ്ട. ബൈ.